പ്രവചനം ബൈബിൾ വീക്ഷണത്തിൽ എന്ന പഠന പരമ്പരയുടെ ഒന്നാമത്തെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇന്ന് ആത്മീക ലോകത്തിൽ 3 നിലകളിലുള്ള പ്രവചനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിനാൽ നടത്തുന്ന പ്രവചനങ്ങൾ. 2, സ്വയമായി മനുഷ്യർ തന്നെ നടത്തുന്ന പ്രവചനങ്ങൾ. 3, സാത്താന്യ ശക്തികളാൽ നടത്തുന്ന പ്രവചനങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നടത്തുന്ന പ്രവചനങ്ങൾ പ്രവചിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഏതൊൽ കാലങ്ങളിലും അനുഗ്രഹമായിരിക്കും. പ്രവചനത്തെ തുച്ഛീകരിക്കാതിരിക്കാനും പ്രവചനത്തെ വാഞ്ചിക്കുവാനും ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2, മനുഷ്യൻ നടത്തുന്ന പ്രവചനമാണ്. അത് താൽക്കാലികമായി അവർക്ക് നേട്ടം ഉണ്ടാകുമെങ്കിലും കേൾക്കുന്നവർക്ക് പ്രയോജനമുണ്ടാകുകയില്ല. പ്രവാചകന് പിൽക്കാലങ്ങളിൽ വലിയ ദോഷമുണ്ടാകുവാൻ സാധ്യതയും ഉണ്ട്. സാത്താന്യ ശക്തികളാൽ നടത്തുന്ന പ്രവചനങ്ങൾ അത് ഏറ്റവും അപകടകരമായ പ്രവചന ശുശ്രൂഷയാണ്. കാരണം പ്രവാചകൻ്റെ നിത്യത തന്നെ നഷ്ടപ്പെടുകയാണ്. അറുക്കുവാനും മുടിക്കുവാനും മോക്ഷിക്കുവാനും വരുന്ന തന്ത്രശാലിയായ പിശാചിൻ്റെ ശബ്ദം കേട്ടാൽ അതിൻ്റെ കഷ്ടതകളും നഷ്ടങ്ങളും വേദനകളും അങ്ങനെയുള്ള പ്രവചനം കേൾക്കുന്നവർ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നാം കേൾക്കുന്ന പ്രവചന ശബ്ദങ്ങൾ ദൈവത്തിൽ നിന്നാണോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദൈവം തൻ്റെ ദാസന്മാരിലൂടെ നടത്തുന്ന പ്രവചനത്തെക്കുറിച്ചാണ്, പ്രവചന ശുശ്രൂഷയെക്കുറിച്ചാണ്. ബൈബിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവം ധാരാളം പ്രവാചകന്മാരെയും പ്രവാചികമാരെയും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതിലാദ്യമായി നമ്മൾ കാണുന്നത് ഹാനോക്കിനെയാണ്. പഴയ നിയമത്തിൽ നാം കാണുന്ന ആദ്യത്തെ പ്രവാചകനാണ് ഹാനോക്ക്. അത് നമ്മൾ യൂദായുടെ ലേഖനം 14-ാം വാക്യത്തിൽ വായിക്കുന്നു. ആദാം മുതൽ 7-ാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തൻ്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു. തുടർന്ന് ഹാനോക്ക് തുടങ്ങി മലാക്കി വരെ അനേക പ്രവാചകന്മാരുടെ ഒരു നിര തന്നെ നമുക്ക് കാണുവാനായി കഴിയും. പരിശുദ്ധാത്മാവ് അവരെ ശക്തമായിട്ട് ഉപയോഗിക്കുകയായിരുന്നു. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തൻ്റെ തിരുസഭയ്ക്ക് പ്രവാചകന്മാരെ കൊടുക്കുന്നതായിട്ട് നമ്മൾ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വചനങ്ങളിൽ വായിക്കുന്നുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് പ്രവാചകന്മാരുണ്ട്. അത് ദൈവം നിയോഗിച്ചതാണ്. കാരണം പുതിയ നിയമസഭയ്ക്ക് പ്രവചന ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാചകന്മാർ മാത്രമല്ല, പ്രവാചികമാരും ദൈവസഭയ്ക്കുണ്ട് എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരയിലെത്തി. 7-രിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ്റെ വീട്ടിൽ ചെന്നു. അവനോടുകൂടി പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായി 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്നൊരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഫിലിപ്പോസിൻ്റെ 4 പെൺമക്കൾ പ്രവാചികമാരായിരുന്നു. അവിടെ അപ്പോസ്തലനായ പൗലോസ് ചില ദിവസങ്ങൾ താമസിക്കുകയാണ്.
അവിടെ യെരുശലേമിൽ നിന്ന്, യഹൂദയിൽ നിന്ന് മറ്റൊരു പ്രവാചകനും കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അഗബോസ് എന്നാണ്. പുതിയ നിയമസഭയ്ക്ക് പ്രവാചകന്മാരും പ്രവാചികമാരും ഉണ്ട്. അത് ദൈവത്താൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടവരാണ്. എന്നാൽ ചിലർ ചോദിക്കുന്നു, പ്രവചനവരം നീങ്ങിപ്പോകുകയില്ലേ? നിശ്ചയമായിട്ട് നീങ്ങിപ്പോകും. അത് സംബന്ധിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 13:8 മുതലുള്ള വചനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. നിശ്ചയമായിട്ടും പ്രവചനപരം നീങ്ങിപ്പോകും. അത് പഴയ നിയമകാലത്ത് നീങ്ങിപ്പോയിട്ടില്ല, ഈ കൃപായുഗ കാലത്തും നീങ്ങിപ്പോയിട്ടില്ല. എന്തിനേറെ മഹോപദ്രവ കാലത്ത് പോലും, അഥവാ സഭായുഗം കഴിഞ്ഞും പ്രവാചകന്മാർ ഉണ്ടാകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അത് നാം വിശുദ്ധ ബൈബിളിലെ വെളിപ്പാട് പുസ്തകം 11 അധ്യായത്തിൻ്റെ 3 വാക്യത്തിൽ വായിക്കുന്നു. ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് വരം നൽകും. അവർ രട്ടുടുത്തും കൊണ്ട് 1210 ദിവസം പ്രവചിക്കും. ഇവിടെ മഹോപദ്രവകാലത്ത് നടക്കുന്ന പ്രവചന ശുശ്രൂഷയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമകാലത്ത് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ഈ കൃപായുഗത്തിൽ, സഭായുഗത്തിലും പ്രവചനമുണ്ട്. സഭായോഗം കഴിഞ്ഞ് മഹോപദ്രവകാലത്തും പ്രവചനമുണ്ടായിരിക്കും. എന്നാൽ പ്രവചനം എപ്പോഴാണ് നീങ്ങിപ്പോകുന്നത്? അംശമായത്, ഭാഗികമായി നമ്മുടെ അറിവ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോൾ, പൂർണ്ണമായത് വരുമ്പോൾ പിന്നെ പ്രവചനത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ സമ്പൂർണമായ ഭരണത്തിൻ്റെ കീഴിൽ മനുഷ്യരാകുമ്പോൾ, ആ യുഗം വെളിപ്പെടുമ്പോൾ പിന്നെ നമുക്ക് പ്രവചനപരത്തിൻ്റെ ആവശ്യമില്ല. ദൈവത്തെ നമ്മൾ നേരിട്ട് കാണുകയാണ്, ദൈവത്തോട് നമ്മൾ നേരിട്ട് സംസാരിക്കുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് നേരിട്ട് അനുഭവിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ പ്രവചനപരം ഉണ്ടാകുകയില്ല എന്നാണ് ധന്യനായ പൗലോസ്ലീഹ ഇവിടെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരുണ്ട്, പ്രവാചകിമാരുണ്ട്. പുതിയ നിയമസഭയ്ക്ക് അത് അനിവാര്യമായ ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. പ്രവചനപരത്തെ നാം വാഞ്ചിക്കണമെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 14 അധ്യായത്തിൻ്റെ 39 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരം വാഞ്ചിപ്പീൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്, സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. പ്രവചനപരം വാഞ്ചിക്കണം. അന്ത്യകാലത്ത് ദൈവം സകല ജഡത്തിന്മേലും തൻ്റെ ആത്മാവിനെ പകരുമെന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 2 അധ്യായത്തിൻ്റെ 17 മുതലുള്ള വചനങ്ങൾ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൽ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ പ്രവചനവരത്തിനു വേണ്ടി നമുക്ക് വാഞ്ചിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി നമുക്ക് ജനത്തെ ഉത്സാഹിപ്പിക്കാം. ദൈവം ഉപയോഗിക്കുന്ന പ്രവാചകന്മാരെയും പ്രവാചികമാരെയും അവരെ ആദരിക്കുക. അത് നമുക്ക് വളരെ അനുഗ്രഹമായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രവചനം ബൈബിൾ വീക്ഷണത്തിൽ
എന്ന പഠന പരമ്പരയുടെ രണ്ടാമത്തെ ഭാഗം കേൾക്കുന്നതുവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.